ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വെജ് നൂഡിൽസ് ആണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ ആവശ്യത്തിന് വെള്ളവും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഉപ്പ്, അതുപോലെ സൺഫ്ലവർ ഓയിൽ, ഇത് രണ്ടും കൂടി ചേർത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് നൂഡിൽസ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെക്കാം. ഇത് നല്ല പോലെ ഒന്ന് തിളയ്ക്കട്ടെ. ഇനി നമുക്കിത് കയ്യിൽ കൊണ്ട് ഇതുപോലെ ഒന്ന് അനക്കി കൊടുക്കാട്ടോ. ഇതിപ്പോൾ പാകത്തിനുള്ള വേവായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഒരല്പം സൺഫ്ലവർ ഓയിലും കൂടി ഇതിൻ്റെ മേലെ ഒന്ന് തൂക്കി കൊടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് നിരത്തി വെക്കാട്ടോ. ഇനി നൂഡിൽസ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഉണ്ടല്ലോ, അതൊന്ന് ചതച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ ഒരു വൈറ്റ് പോർഷൻ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ക്യാബേജ്, ക്യാരറ്റ്, ബീൻസ്, അതുപോലെ ക്യാപ്സിക്കം ഇത്രയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ്, സോയ് സോസ്, അതുപോലെ നല്ല പോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ള കുരുമുളക് പൊടി ഇത്രയും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ വെജിറ്റബിൾസ് ഒന്നും ഒത്തിരി അങ്ങോട്ട് വഴണ്ടൊന്നും പോകണ്ട, ഒരു പച്ചപ്പൊന്ന് മാറിക്കിട്ടിയാൽ മതി. ഇത് ഈ ഒരു പാകത്തിനായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മുട്ടയോ ചിക്കനോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് സ്പ്രിംഗ് അണിയൻ്റെ ഗ്രീൻ പോർഷൻ ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ നൂഡിൽസിലേക്ക് ഇതെല്ലാം നല്ല പോലെ ഒന്ന് പിടിക്കുന്ന രീതിയിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോഴേക്കും വെജ് നൂഡിൽസ് തയ്യാറാകും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ തയ്യാറാക്കി നോക്കണേ. മാത്രമല്ല ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.